ആന്റി, ഞങ്ങൾക്ക് നമ്മുടെ ഡാഡിയെ കാണണം. കാണാം മോളെ. പക്ഷേ നിങ്ങളുടെ അവകാശി ആ ശ്യാംപ്രകാശ് ആണെന്ന് പറഞ്ഞല്ലേ അയാൾ നടക്കുന്നേ? അയാൾ രേഖാമൂലം അവകാശപ്പെട്ടാലേ സെലീന കുഞ്ഞിന് പോലും കുട്ടികളെ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ല. ഇല്ല, സെലീനയല്ല. ആര് പറഞ്ഞാലും ഞാനിതിന് സമ്മതിക്കില്ല. ഞങ്ങള് ശ്യാമങ്കിളിന് കൊടുക്കല്ലേ ആന്റി? നമ്മള് എവിടേക്കെങ്കിലും ഓടിപ്പൊക്കോളാം. അയാളുടെ അടുത്തേക്ക് വിടരുത് ആന്റി, പ്ലീസ് ആന്റി. ഇല്ല മക്കളെ, നിങ്ങൾ ഒരു അപകടത്തിലേക്ക് ഞങ്ങൾ വിടത്തില്ല. സെലീനേനെ നമ്മളൊന്ന് പിടിച്ചോണ്ട് പോയാലോ? ഒരാൾ നിങ്ങളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവില്ല. എന്നാലും ഇവരുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തേ പറ്റൂ. ആ ശ്യാമിന്റെ ശല്യം ഒഴിവാകുന്നതുവരെ, അതുവരെ എവിടെയെങ്കിലും സുരക്ഷിതരായി നമുക്ക് ഇവരെ താമസിപ്പിക്കണം. ഇവിടം തന്നെയാ ഇവരുടെ സുരക്ഷിത സ്ഥലം. പക്ഷേ ആ ശ്യാമിന്റെ ആൾക്കാര് എല്ലായിടവും ഇവരെ തപ്പി നടക്കുന്നുണ്ടാവും കരുമ. ഇല്ല, അവനെ ഞാൻ ഇവിടുന്ന് ഒട്ടനെ കെട്ടിക്കെട്ടിക്കും. വേണ്ട, ഇനി വഴക്കിനും ഏറ്റുമുട്ടലിനൊന്നും പോണ്ട. പ്രദീപിനെ കൊന്നിട്ട് എന്നെ ആ കൊലക്കേസ് കൊടുക്കാൻ നോക്കിയവൻ അവൻ. ആ ഡോക്ടറെ കൊന്ന കേസിൽ പ്രദീപിനെ അവനകത്താക്കി. അവനെ അങ്ങനെ വെറുതെ ഇവിടെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. കരുമ, ഇത്രയും കാലം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ചിട്ട് നമുക്ക് എന്താ കിട്ടിയത്? ഒരിക്കലും ഒരു മനസ്സമാധാനവും ഉണ്ടായിട്ടില്ല. നമ്മുടെ കതിരൻ ജനിച്ചപ്പോഴെങ്കിലും നമുക്ക് നല്ലൊരു കുടുംബജീവിതം കിട്ടുമെന്ന് ഞാൻ കരുതി. സന്തോഷത്തിന് പകരം ഒരുപാട് ദുഃഖങ്ങളാണ് നമുക്ക് കിട്ടിയത്. ഇനി മതി, നമുക്ക് നമ്മുടെ കാര്യം അത് മതി. അപ്പോ കുഞ്ഞുങ്ങള്? ചിന്നു, ചിന്നു, കരുമ, കരുമ, കരുമ. സെലിൻ സാർ എന്താ ഈ വഴിക്ക്? വീണ്ടും ആരെങ്കിലും കൊല്ലപ്പെട്ടോ? പ്രതിയെ കിട്ടിയില്ലായിരിക്കും. ദേ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ആരെയും കിട്ടിയില്ലെങ്കിൽ എന്നെ അങ്ങ് കസ്റ്റഡിയിലെടുത്തോ. എന്താ കരുമ കളിയൊക്ക? ഏയ്, കട്ടവനെ കിട്ടിയില്ലെങ്കിൽ കിട്ടിയവനെ പിടിക്കുക. അതാണല്ലോ നിങ്ങളുടെ ഒരു രീതി. അതുകൊണ്ട് പറഞ്ഞു പോയതാ. കരുമൻ എന്തും പറയാം, അതിനുള്ള ലൈസൻസ് ഉണ്ടല്ലോ. മനഃപൂർവ്വമായി ഞാൻ ഒന്നും നിനക്കെതിരെ ചെയ്തിട്ടില്ല. എന്റെ സഹോദരിയുടെ താലി ഇറക്കാൻ ഞാൻ തയ്യാറുമല്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു. ചിന്നു, നീ എന്നോട് ക്ഷമിക്കണം. നിന്നോട് മാപ്പ് ചോദിക്കാനാണ് ഞാൻ വന്നേ. വേണ്ട സെലീന കുഞ്ഞെ, എല്ലാം കഴിഞ്ഞില്ലേ? അതൊക്കെ മറക്കാൻ ശ്രമിക്കാൻ ഞങ്ങള്. എങ്കിലും ആരോടും ഒന്നും പറയാതെ നീ കുഞ്ഞിനെ കൊണ്ട് പോകുന്നത് ശരിയായില്ല. ഞങ്ങൾ ആകെ വിഷമിച്ചു പോയി. എനിക്കറിയാം ഞാൻ ചെയ്തത് നിങ്ങൾക്കാർക്കും ഇഷ്ടപ്പെട്ടില്ല എന്ന്. പക്ഷേ എന്റെ മനസാക്ഷി പറഞ്ഞു ഇങ്ങോട്ട് പോരാൻ. എനിക്ക് ഈ കുടിയും എന്റെ കരിമനും കതിരിനും മാത്രം മതി. ഇവിടെ ഞങ്ങൾക്ക് പണമില്ല, പ്രതാപങ്ങളില്ല, പക്ഷേ സ്നേഹമുണ്ട് സെലീന കുഞ്ഞ്. അറിയാൻ ചിന്നു, നിന്റെ സന്തോഷമാണ് ഏറ്റവും വലുത്. പിന്നെ എനിക്കും സോനയ്ക്കും ഒരിക്കലും കിട്ടാതിരുന്നതും അതാ. നിനക്കെങ്കിലും അങ്ങനെ ഒരു നല്ല ജീവിതം ഉണ്ടാവട്ടെ. ആ, മറ്റൊരു കാര്യം, അമ്മുക്കുട്ടി അതിനെ കാണാനില്ല. നിന്നെപ്പോലെ തന്നെ അവരും ആരോടും പറയാതെ മുങ്ങിയത്. ഇനി അന്വേഷിക്കാൻ ഒരിടവുമില്ല. അവരെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമോ എന്നറിയാനാ വന്നത്. ഇല്ല, ഞങ്ങളൊന്നും അറിഞ്ഞില്ല. അല്ലെങ്കിലും അവരെങ്ങനെ പുഴകട നിക്കരെ എത്തും? അവർക്ക് കാട്ടിലൂടെയുള്ള വഴി അറിയില്ലല്ലോ. ഇല്ല, അവർക്കറിയില്ല. പക്ഷേ വഴി അറിയാവുന്നവർ അവരുടെ കൂടെ ഉണ്ടെങ്കിലോ? അവരപ്രത്യക്ഷമാകും മുമ്പ് മറ്റൊരാൾ കൂടി മുങ്ങിയിട്ടുണ്ട്. അഞ്ജു, പ്രദീപിന്റെ ഭാര്യ. കുട്ടികളെയും കൂട്ടി അവർ കടന്നതാണോ അതോ ശ്യാമിന്റെ വലയിൽ അകപ്പെട്ടതാണോ എന്നൊന്നും അറിയില്ല. എന്റെ സെലീന സാറേ, എന്തിനാ നിങ്ങളിങ്ങനെ കാട് കയറി സമയം കളയുന്നേ? ആ ശ്യാമിനെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്യാൻ നോക്ക്. നീരേറ്റ് തറവാട് കുളന്നുണ്ടെന്ന് പറഞ്ഞാ അവന്റെ നടപ്പ്. അങ്ങനെ പലരും ഞങ്ങളുടെ തറവാട് കുളം തോണ്ടാൻ ശ്രമിച്ചിട്ടുണ്ട്. ജീവിതം മുഴുവൻ അതിനുവേണ്ടി ഒഴിഞ്ഞു വെച്ച ആളായിരുന്നു തെങ്ങുമൂട്ടിൽ ഫിലിപ്പോസ്, എന്റെ ഭർത്താവിന്റെ അപ്പൻ. എന്നിട്ട് എന്തായി? കഴുമരത്തിലായിരുന്നു അന്ത്യം. ഇപ്പൊ ഒരു ശ്യാമു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല അവൻ. അവൻ അതിബുദ്ധിമാനാ. ചിന്നുവിന് അവകാശപ്പെട്ട കോടികൾ വിലമതിക്കുന്ന തറവാട് സ്വത്തിന്റെ എല്ലാ രേഖകളും ഇപ്പൊ അവന്റെ കയ്യിലാ. സോനയുടെ സ്വത്തിന്റെ അവകാശിയായ അമ്മുക്കുട്ടിയെയും അവൻ കൈക്കലാക്കി. പിന്നെ നിങ്ങൾക്ക് അവനൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്
അമ്മുക്കുട്ടി അവന്റെ കയ്യിൽ അകപ്പെട്ടാലല്ലേ ഇതൊക്കെ നടക്കൂ. അകപ്പെടില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്നതാ സലീന സാറേ, എന്നതാ ഒരു കുഴപ്പം? അല്ല, കരുമനെ പിന്നെയും പിടിച്ചോണ്ട് പോകാൻ വന്നതാണോ? എന്റെ കൊക്കയില് ജീവനുണ്ടെങ്കിലേ ഞാനത് സമ്മതിക്കേല. മുത്തി ബഹളം ഉണ്ടാക്കണ്ട. ഞാൻ അമ്മുക്കുട്ടി ആതിരയും തിരക്കി ഇറങ്ങിയ വഴിക്ക് ഇവിടെ ഒന്ന് കയറി. ഇവർക്കെന്തെങ്കിലും വിശേഷം ഉണ്ടോന്നറിയാൻ. ആ കൊച്ചുകൾ എവിടെ പോയി? അവരെ കാണാനില്ല. മുത്തിക്ക് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ അറിയിക്കണം. അയ്യേ, ചൗവര്യം ഇല്ല. ഹ്, പോലീസുകാരല്ലേ എനിക്ക് ചെലവിന് തരുന്നേ. തേ, കാട്ടിക്കിടക്കണ ഞങ്ങളെ അങ്ങ് വെറുതെ വിട്ടേരെ സാറുമാരെ. ഞങ്ങള് വല്ല കിഴങ്ങോ ഇലയോ ഒക്കെ തിന്ന് ചാവാതെ അങ്ങ് കിടന്നോളാം. ഞങ്ങളെ സ്നേഹിച്ചു കൊല്ല ആരും ഇങ്ങോട്ട് വരണ്ട. ആ, ഒന്നങ്ങോട്ട് മാറിയാട്ടെ. ഓക്കെ, ഞാൻ ഇറങ്ങാം. നിങ്ങളുടെ സ്വർഗത്തിൽ ഞാനൊരു കട്ടറും പാവുന്നില്ല. കതിരിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. അവൻ നല്ല ഉറക്കത്തില. ഇറ്റ്സ് ഓക്കെ, ഞാൻ പിന്നെ വരാം. ഉണരുമ്പോ അവന്റെ വല്യമ്മ വന്നിരുന്നു എന്ന് പറഞ്ഞേക്കണം. ഉം. ശരി. ഓ, ഞാനാകെ ഭയന്നുപോയി. അമ്മൂനെ ആതിരയും സെലീനെ കുറിച്ച് പിടിക്കൂന്നാ കരുതിയെ. സെലീനേക്കാളും വലിയ കുറിച്ചാ ഇപ്പൊ അകത്തോട്ട് പോയത്. അയ്യോ മുത്തി, ഞാൻ അകത്തോട്ട് പോട്ടെ. അപ്പൊ ഇതാണ് പണിയല്ലേ? ഞാൻ ഇപ്പൊ തന്നെ സലീം സാറിനോട് ചെന്ന് പറയും. ആ, ചെന്ന് പറ. ചോണ എന്റെ ചെന്ന് പറ. അത് തന്നെയാടാ. നീ എന്താ എന്നെ പേടിപ്പിക്കാണോ? എടാ, ഈ പിള്ളാരെ രണ്ടും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാത്തിനാടാ? എടാ, മര്യാദയ്ക്ക് സത്യം പറയടാ. എന്താ രണ്ടാൾക്കും മുണ്ടാട്ടം ഇല്ലാത്തത്? പറയടാ കരുമാ. കിടന്ന് തൊള്ള ഉറക്കണ്ട. ദേ, ഇവർ രണ്ടാളും വലിയ അപകടത്തിൽ പെട്ടിരിക്കുക. ഇവരെ തിരക്കി കുറെ പേര് നടക്കുന്നുണ്ട്. അവരെ പേടിച്ച് കുഞ്ഞുങ്ങൾ ഓടിയപ്പോ ഞാൻ അവരെയും വിളിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഒളിപ്പിച്ച് താമസിപ്പിച്ചു. മുത്തി ഇക്കാര്യം കോളനിയിൽ ഒറ്റ കുഞ്ഞുങ്ങളോട് പറഞ്ഞു പോകരുത്. ഞാൻ പറയും. എടാ, ഇവറ്റകളെ ഇവിടെ താമസിപ്പിച്ച പോലീസും പട്ടാളവും മാത്രമല്ല സകല മാരണങ്ങളും വരും. പിന്നെ നമ്മുടെ പാവപ്പെട്ട ആൾക്കാർക്ക് കുടി കിടന്നുറങ്ങാൻ പറ്റിയില്ല. മുത്തി അതും ഇത് ഓർത്ത് വിഷമിക്കണ്ട. ഇവരെ എന്നും ഒന്നും ഇവിടെ താമസിപ്പിക്കാനും പോണില്ല. ഇവരുടെ അപ്പൻ സുഖമില്ലാതെ ആശുപത്രിയില്. അങ്ങേര് എണീറ്റ് നടക്കാറാവുമ്പോ ഇവരെവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പൊക്കോളും. എടാ കരുമ, എന്നാത്തിനാടാ തീ കൊള്ളി കൊണ്ട് തല ചൊറിയണത്? എടാ, ഇവറ്റകള് പണക്കാര് പിള്ളേര്, നന്ദി സ്നേഹം ഇല്ലാത്ത വക്കം. ഇറക്കി വിടടാ ഇവറ്റകളെ രണ്ടെണ്ണത്തിന്. നമ്മളെ ഇടയ്ക്ക് വിട്ടാ ആ ക്ഷാമങ്ങൾ വന്ന് പിടിക്കും. വേണ്ട, ഞങ്ങൾ പോകത്തില്ല. ആഹാ, പോവത്തില്ലേ? എങ്കിലതൊന്ന് കാണണമല്ലോ. മതി മുത്തി. മുത്തിക്കറിയാലോ, എവരിലൊരാൾ എന്റെ അനുജത്തി സോനിയുടെ മകളാ, അമ്മുക്കുട്ടി. ആണോ? എന്നാ പറ, ഇവരിൽ ആരാ അത്? അതാരും ആയിക്കോട്ടെ, എനിക്ക് ഈ രണ്ട് കുഞ്ഞുങ്ങളും ഒരുപോലെയാ. ഇവരെ ഞങ്ങൾ എങ്ങും വിടത്തില്ല. എന്റെ കതിരിനെ പോലെ ഇവരിവിടെ തന്നെ കഴിയും. ദേമുത്തി, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. നിങ്ങളെങ്ങാനും ഇവർ ഇവിടെ ഉണ്ടെന്ന് പുറത്തെങ്ങാനും പറഞ്ഞാ നീ എന്നാ ചെയ്യും? ഭൂതപ്പാറയുടെ മേളിൽ നിന്ന് തള്ളി താഴെ ഇടാൻ ഞാൻ പറഞ്ഞേക്കാം. എന്തു വെച്ചാ എന്നെ കൊല്ലുവന്നല്ലേ? ആ, അത് തന്നെയാ പറഞ്ഞേ. മുത്തി, ഈ കാര്യത്തിൽ മുത്തി ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. ഈ കുഞ്ഞുങ്ങളെ കൊലയ്ക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഇവരെവിടെ ഉണ്ടെന്നറിഞ്ഞാൽ ആകെ പുകിലാവും മുത്തി. പ്രദീപ് സാർ ആശുപത്രി കിടന്ന് അസുഖം മാറി വരും വരെയെങ്കിലും ഇവരെവിടെ കഴിഞ്ഞേ പറ്റൂ. മുത്തി അതിന് ഞങ്ങളെ സഹായിക്കണം. ഒരു കാരണവശാലും ഈ കാര്യം ആരോടും പറയില്ലെന്ന് സത്യം ചെയ്യണം. സത്യം ചെയ്യും മുത്തേ. മനബുദ്ധിയാണ് സത്യം. ഈ പിള്ളേരിവിടെ ഉള്ള കാര്യം ഞാൻ ആരോടും പറയില്ല.
ഇന്ന് വൃശ്ചിക വന്നാ മോളെ. ഇന്നേക്ക് 10-ാം ദിവസം കഴിഞ്ഞ ഒന്നാന്തരം ഒരു മുഹൂർത്തമുണ്ട്. വിവാഹത്തിന് അത്യുത്തമം. അല്ല, മുഹൂർത്തം നോക്കി കല്യാണ മണ്ഡപം ബുക്ക് ചെയ്യാൻ പറഞ്ഞതല്ല വല്യമ്മ. പക്ഷേ നാൾ പൊരുത്തത്തിലും മുഹൂർത്തത്തിലും ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കുട്ടി. മുഹൂർത്തവും ജാതകവും ഒക്കെ നോക്കിയാ സുധീഷേട്ടനും ഞാനുമായിട്ടുള്ള വിവാഹം നടന്നത്. എന്നിട്ടോ നോക്കിയവര് നേരം വേണം നോക്കിയിട്ടുണ്ടാവില്ല. അത് തന്നെ കാരണം. എന്തായാലും അജിത്തിന് നിനക്കും ദീർഘ പൊരുത്തമുണ്ട്. 10-ല് 10 പൊരുത്തമാ. ഒരിക്കലും പിരിയില്ല. അതാണല്ലോ മുഖ്യം. വല്യമ്മേ, എനിക്ക് എന്റെ അച്ഛന്റെ അനുവാദം കൂടി ഒന്ന് വാങ്ങിയാൽ കൊള്ളാന്നുണ്ട്. എന്തിന്? അച്ഛനും അപ്പൂപ്പനും ഒക്കെ അനുഗ്രഹിച്ചല്ലേ നിന്റെ കല്യാണം നടത്തിയത്. ഇനി ആ അനുഗ്രഹം ഇല്ലാതിരിക്കാ നല്ലത്. അല്ലെങ്കിൽ എവിടുന്ന് അനുഗ്രഹം? അങ്ങനെ അങ്ങേര് സർവസംഘ പരിത്യാഗിയായ സ്വാമിയായി മാറിയിരിക്കല്ലേ. IAS ഉദ്യോഗം കളഞ്ഞു ഏതോ ഒരു മടത്തിൽ ചേർന്നിരിക്കുന്നു. മക്കളോടുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം മറന്നു. പാവം എന്റെ അനിയത്തി ശ്വേത. അവളിപ്പോ സിംഗപ്പൂരിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് ജോലി എടുത്തില്ലായിരുന്നെങ്കിൽ ആ സുധീഷ് ഉണ്ടാക്കി വെച്ചിരുന്ന കടങ്ങളൊക്കെ ആര് വീട്ടുമായിരുന്നു? നിന്നെ എന്നെ ആൾക്കാരിപ്പോ തല്ലിക്കൊന്നേനെ. വല്യമ്മേ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയോ? ഞാൻ സത്യം മാത്രമേ പറയൂ. ചോദിക്കൂ കുട്ടി. എന്റെ മമ്മി ഇപ്പൊ നന്നായി മദ്യപിക്കാറുണ്ടല്ലേ? ആരാ കുട്ടിയോട് ഇതൊക്കെ പറഞ്ഞേ? എന്റെ അനിയത്തി വിനീത തന്നെ വിളിച്ചിരുന്നു. ഇപ്പൊ മമ്മി സ്ഥിരമായി മദ്യപിക്കാറുണ്ടെന്ന് അവള് പറഞ്ഞേ. അതൊക്കെ അവരുടെ തോന്നലായിരിക്കും. ചിലപ്പോ വല്ല പാർട്ടിക്കും പോയപ്പോ തമാശക്കല്ല, മദ്യപിച്ച് മമ്മി വഴക്കുണ്ടാക്കാറുണ്ടത്രേ. എന്റെ മമ്മിയുടെ ജൂനിയറായി വർക്ക് ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഡോക്ടർ മമ്മിയെ കാണാൻ എപ്പോഴും വരാറുണ്ടെന്ന്. മോളെ, നീ വെറുതെ അതൊക്കെ ചിന്തിച്ച്. ഞാൻ പിന്നെ എന്റെ മമ്മിയെ പറ്റിയല്ലാതെ വേറെ ആരെ പറ്റിയാ ചിന്തിക്കേണ്ടത്? എന്റെ ഡാഡി പാവം ആശ്രമ ജീവിതത്തിലേക്ക് പോയതിന്റെ കാരണം എനിക്കിപ്പോ മനസ്സിലായി വല്യമ്മേ. എല്ലാം മനസ്സിലായി. കുഞ്ഞെ, നീ അതൊക്കെ മറക്കണം. നിനക്കൊരു ജീവിതമുണ്ട്. അതിനെപ്പറ്റി മാത്രം നീ ഇപ്പൊ ഓർത്താ മതി. ഇല്ല, എനിക്കും വല്യമ്മ പോലെ ജീവിക്കുന്നതാ ഇഷ്ടം. ഒരിക്കലും വരാത്ത ഒരാളെ കാത്തിരുന്ന് ഞാനും വല്യമ്മ പോലെ കഴിഞ്ഞോളാം. വല്യമ്മ, ഇനി ഒരു ഭാര്യയുടെ വേഷം കെട്ടി അഭിനയിക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല. ഇല്ല കുട്ടി, നിന്റെ ജീവിതം എന്നെ പോലെ ആവാൻ ഞാൻ അനുവദിക്കില്ല. നീ എന്നെ തേടി വരുമെന്ന് എനിക്കറിയാമായിരുന്നു. ഞാൻ എവിടെ പോവാനാ? അന്ന് എനിക്കെന്തോ ബാധ കയറിയതുപോലെ ആയിരുന്നു. എന്റെ മോനെ അപകടത്തിൽപ്പെടുത്തുമെന്ന് ശ്യാം പറഞ്ഞപ്പോ എന്റെ സമനില നഷ്ടായി. അങ്ങനെ ഞാൻ അയിനോ, ഏതൊരു സ്ത്രീയും അങ്ങനെ തന്നെയായിരിക്കും. അവനിപ്പോ എവിടെയുണ്ട്? അവൻ സുഖമായി ബാംഗ്ലൂരിൽ കഴിയുന്നു. അവനെ രാജകുമാരനെ പോലെ എന്റെ ആൾക്കാർ നോക്കുന്നു. മതി, എനിക്കതറിഞ്ഞാ മതി. എന്റെ മകൻ സുഖമായി കഴിയണം, അത്രേ വേണ്ടു. അതോടൊപ്പം എനിക്ക് ശ്യാം ഒരു ജീവിതം തരണം. തരും. ഞാൻ പറയുന്നത് പോലെ എല്ലാം അനുസരിച്ച് എന്നോടൊപ്പം നിന്ന ഈ ശ്യാം എല്ലാം തരും. ഇനി എന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടാവില്ല. പറഞ്ഞോളൂ, ഞാൻ ഇനി എന്താ ശ്യാമിന് വേണ്ടി ചെയ്യേണ്ടത്? പറയാം. ആദ്യം എനിക്ക് വേണ്ടത് അമ്മൂനെയും ആദരയാണ്. അവരെ ഏതു വിധേനയും എന്റെ അടുത്ത് എത്തിക്കണം. എന്റെ ജീവൻ പോയാലും ഞാനത് ചെയ്യാം. വെരി ഗുഡ്. കുട്ടികൾ കൈവരുന്നതിനോടൊപ്പം ആ ഗൾഫ് മേനന്റെ പുതുപ്പണക്കാരിയായ ഭാര്യ വർഷവുമായി ഒരു ഡീലുണ്ട് എനിക്ക്. അത് പൂർത്തിയാക്കണം. എന്താണത്? അവളുടെ കയ്യിൽ നിന്നും ഞാൻ കുറെ ലക്ഷങ്ങൾ അഡ്വാൻസ് വാങ്ങിക്കഴിഞ്ഞു. ചിന്നുവിന് അവകാശപ്പെട്ട നീരേറ്റ് തറവാടും വീടും തോട്ടവും അവൾക്ക് നൽകാമെന്നാണ് വാഗ്ദാനം. ഭർത്താവ് അറിയാതെ അവളുടെ പേരിൽ ഭർത്താവിന്റെ പണം ഉപയോഗിച്ച് സ്വത്തുക്കൾ വാങ്ങിക്കൂട്ടാനാണ് പദ്ധതി. നമുക്ക് പറ്റിയ ഇരയാണ് അവൾ. പ്രമാണങ്ങൾ കാട്ടി അവളുടെ പക്കൽ നിന്നും കോടികൾ നേടണം. അതിനെനിക്ക് നിന്റെ സഹായം വേണം. ഞാൻ എന്ത് ചെയ്യണമെന്ന്?